ഇന്നലത്തെ ആ ഒരു വർക്കിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഗേസ് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി മേക്കപ്പും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ടോട്ടൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5 പേരുടെ സാരിയും പ്രീപ്ലേറ്റ് ചെയ്തിട്ട് ആണ് ഒരു സാരി ഉടുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ സമയം കൊണ്ട് ചേച്ചി മേക്കപ്പൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒട്ടും സമയം കിട്ടാണ്ട് വന്നിട്ട് ഈ സാരിയൊക്കെ ഉടുപ്പിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ അതിനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഫൈനൽ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും പിടിച്ച് നിർത്തി ജസ്റ്റ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോരെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ആളുടെ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഈ ഒരു ബൺ ഹെയർ സ്റ്റൈൽ മതി, സാരി ആയതുകൊണ്ട് തന്നെ ഒരു ബൺ ഹെയറിങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചേച്ചി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓരോ സ്റ്റൈലുണ്ടായിരുന്നു, ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കുട്ടിക്കാണ് കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ലാസ്റ്റ് 2 അമ്മമാർക്കും കൂടെ സാരി കൊടുത്ത് ഹെയറും മേക്കപ്പൊക്കെ ഉണ്ടായിരുന്നേ. വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ആകെപ്പാടെ ക്ഷീണിച്ചു. അങ്ങനെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു ബസ് കിട്ടി. അങ്ങനെ ആ ഒരു ബസ്സിൽ നമ്മൾ തിരുവല്ല സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് സ്റ്റാൻഡിന് കുറച്ചിടത്തിൽ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. നമ്മുടെ ആ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ചാടി ഓടി കയറി ട്രെയിൻ കിട്ടി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ സീറ്റൊക്കെ കിട്ടി. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ സൈഡ് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കണ്ടെന്നിട്ട് കാത്തിരുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകര ആവുമോ. അങ്ങനെ ഫൈനലി നമ്മൾ നെയ്യാറ്റിൻകര എത്തിച്ചേർന്നു. തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.